നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് ഏറെ സങ്കടകരമാകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്നും പ്രവാസ ലോകത്തു നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. 28 വർഷമായി പ്രവാസിയായിരുന്ന ഉമർ എന്ന മലപ്പുറം സ്വദേശി തിരികെ നാട്ടിലെത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കവേ മരണത്തിന്റെ അരികിലേക്ക് പോയിരിക്കുന്നു. മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം ചേരക്കപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള ഉമ്മർ ചക്കമ്പള്ളിയിൽ എന്ന 59 വയസ്സുകാരനാണ് അൽ കോബർ റാഖയിൽ കുഴഞ്ഞു വീണ് മരിച്ചിരിക്കുന്നത്. ഇന്ന് നാട്ടിലേക്ക് തിരികെ പോകാനിരിക്കുന്നതിനിടെയാണ് ഇദ്ദേഹത്തെ മരണം തേടിയെത്തിയത് എന്നത് പ്രവാസ ലോകത്തിനേറെ വേദനകരമാവുന്ന ഒരു വാർത്ത തന്നെയാണ്. റാഖയിലെ VSF ഓഫീസിന് സമീപമുള്ള കാർ പാർക്കിംഗിൽ സ്ഥലത്ത് വെച്ച് സ്വന്തം വാഹനത്തിനടുത്ത് എത്തിയപ്പോഴാണ് ഇദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുന്നത്. 28 വർഷമായി പ്രവാസിയായിട്ടുള്ള ഉമർ ടാക്സി ഡ്രൈവറായാണ് പ്രവാസ ലോകത്ത് ജോലി ചെയ്തിരുന്നത്. പരേതനായ ചക്കമ്പള്ളിയായിൽ ഹംസ നബീസ ദമ്പതികളുടെ മകനാണ് ഇദ്ദേഹം. മരണവിവരമറിഞ്ഞ് മകൻ ഹംസ, സഹോദരൻ അബ്ദുൽ ജബ്ബർ എന്നിവർ ദമാമിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരം. മറ്റൊരു സഹോദരൻ അബ്ദുൽ മജീദ് അബഹയിലാണ് പ്രവർത്തിക്കുന്നത്. ഷെരീഫയാണ് ഭാര്യ. മക്കൾ ഹംസ, റിയാസ്, അഖിൽ എന്നിവരാണ്. 2 സഹോദരന്മാരും 6 സഹോദരിമാരുമാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. കോബർ റാഖയിലെ അൽ സലാം ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന്റെ മൃതദേഹം നിയമ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അൽ കോബർ KMCC പ്രസിഡന്റ് ഇക്ബാൽ ആനങ്ങാട്, സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള ഷാജി വയനാട് എന്നിവർ രംഗത്ത് പ്രവർത്തിച്ചു വരികയാണ്. അതേസമയം ദുബായിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ അനിയന്ത്രിതമായി വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഹൃദയാഘാതം മൂലമുള്ള മരണങ്ങൾ അത്തരത്തിൽ നിരവധി പ്രവാസികളുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. ഇത്തരം മരണസംഖ്യ കൂടി വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് പ്രവാസി മലയാളികൾ എല്ലാം ചേർന്നുകൊണ്ട് ഒരു ലൈഫ് പ്രൊട്ടക്ഷൻ പ്ലാൻ തന്നെ ആരംഭിക്കുകയുണ്ടായിട്ടുണ്ട്. സ്വാഭാവിക മരണങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടുത്തുന്നതാണ് LPP എന്നത് വ്യക്തമാക്കുന്നു. ഇത് ഈ സംരംഭത്തിന്റെ ഒരു പ്രധാന സവിശേഷത തന്നെയാണ്. UAE ഏകദേശം താമസിക്കുന്നത് ഏകദേശം 3.5 ദശലക്ഷത്തോളം ഇന്ത്യക്കാരാണ്. ഇവരിൽ 65% നീലക്കോളർ തൊഴിലാളികളാണ് എന്നാണ് വിവരം. ഈ സംഘം രാജ്യത്തെ കുടിയേറ്റ തൊഴിലാളികളുടെ ഏറ്റവും വലിയ കൂട്ടങ്ങളിലൊന്നായിട്ട് വരും. സ്വാഭാവിക മരണങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുടെ അഭാവത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട്. ലൈഫ് പ്രൊട്ടക്ഷൻ പ്ലാൻ എന്നറിയപ്പെടുന്ന ഈ നൂതന ഇൻഷുറൻസ് പാക്കേജ് സ്വാഭാവിക മരണങ്ങൾക്ക് മാത്രമല്ല നിരവധി മറ്റ് ആനുകൂല്യങ്ങൾക്കും വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ളതാണ് എന്നുള്ളതാണ് പ്രത്യേകത. 24 മണിക്കൂർ ആഗോള കവറേജ്, സ്വാഭാവികതയും അപകടകരവുമായിട്ടുള്ള കാരണങ്ങളാൽ മരണ ആനുകൂല്യങ്ങൾ, അപകടങ്ങൾ മൂലമുണ്ടാകുന്ന സ്ഥിരമായ പൂർണ്ണമായിട്ടുള്ളതോ ഭാഗികവുമായിട്ടുള്ള വൈകല്യത്തിനുള്ള നഷ്ടപരിഹാരം എന്നിവയൊക്കെയാണ് ഈ ഒരു സമ്പ്രദായത്തിലൂടെ ലഭ്യമാകുന്നത്. കൂടാതെ ഒരാൾക്ക് 12,000-ലധികം ദിർഹം വരെയുള്ള റീപാട്രിയേഷൻ ചെലവുകളും ഈ പദ്ധതി വഴി ലഭ്യമായേക്കും. അപകടമോ സ്വാഭാവിക കാരണങ്ങളോ മൂലം ഒരു തൊഴിലാളി ദൗർഭാഗ്യവശാൽ മരണമടഞ്ഞാൽ തിരഞ്ഞെടുക്കുന്ന പ്രീമിയം അനുസരിച്ച് ഗുണഭോക്താക്കൾക്ക് 35,000 ദിർഹം മുതൽ 75,000 ദിർഹം വരെ നഷ്ടപരിഹാരമായും ഈ പദ്ധതി വഴി നൽകുന്നുണ്ട്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ, ഇന്ത്യൻ ബ്ലൂ കോളർ തൊഴിലാളികളെ ജോലിക്ക് എടുക്കുന്ന പ്രധാന കമ്പനികൾ, ഗാർഗാഷ് ഇൻഷുറൻസ് സർവീസ്, ഓറിയന്റ് ഇൻഷുറൻസ് തുടങ്ങിയിട്ടുള്ള മുൻനിര ഇൻഷുറൻസ് ദാതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിൽ സംയുക്തമായി നടത്തിയിട്ടുള്ള ശ്രമത്തിൽ ഈ ഉൾക്കൊള്ളുന്ന ഇൻഷുറൻസ് പാക്കേജ് രൂപപ്പെടുത്തുകയാണ് ഉണ്ടായതെന്നും അതിന്റെ ചർച്ചകളൊക്കെ അതിശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ പ്രവാസികളിലെ, പ്രത്യേകിച്ചും പ്രവാസി മലയാളികളിൽ നിരവധി ആളുകൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നത് വലിയൊരു വേദന തന്നെയായി മാറുന്നു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്.